അവൻ കള്ളിന്റെ കോപ്പവായിലേക്ക് വെച്ച് പോയി. അള്ള ധാരാളം പണം കൊടുത്തപ്പോൾ, ആ ദുനിയാവിലെ താഴ്ന്ന പണം കണ്ടപ്പോൾ അവൻ ദുനിയാവിനെ സ്നേഹിച്ചു പോയി. അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തുദ് ദുനിയാ. ദുനിയാവിലെ താഴ്ന്ന പണം കണ്ടിട്ട് അവൻ പെട്ടുപോയി. ആ ദുനിയാവിലെ താഴ്ന്ന പണത്തിന്റെ പിന്നാലെ അവൻ ഓടിപ്പോയി. കൃത്യമായി നിസ്കരിക്കുന്ന അവനിപ്പോ നിസ്കരിക്കണമെന്ന ചിന്ത അവനിക്കില്ല, നോമ്പെടുക്കണമെന്ന ചിന്ത അവനിക്കില്ല. അതേ പാവപ്പെട്ടവനായിരുന്നപ്പോ അവനെല്ലാം ചെയ്തിരുന്നു. പക്ഷേ അള്ള പണം നൽകിയപ്പോൾ എല്ലാം നൽകുന്ന രാജാവായ റബ്ബിനെ അവൻ മറന്നുപോയി. മോനെ, നിങ്ങളൊന്ന് ദുആ ചെയ്യണേ. ദുനിയാവിലെ താഴ്ന്ന പണം കണ്ട് പെട്ടുപോയി. മുഅ്മിനെ ഒരിക്കലും പാടില്ല. ആ പണം നിനക്ക് നിലനിൽക്കുന്ന ലോകത്തേക്കുള്ളതല്ല. ആ പണം ഒരിക്കലും നിനക്ക് നൽകുന്ന പണമല്ല. നീ അതേ നിന്റെ ജീവിതകാലം മുഴുവനും ചെലവഴിച്ച്, നിന്റെ ജീവിതകാലത്ത് നിന്റെ ആരോഗ്യമുള്ള സമയം മുഴുവനും ചെലവഴിച്ച് നീ ഉണ്ടാക്കി വെച്ച പണം, ആ പണം നിനക്ക് ഖബറിലേക്ക് കൊണ്ടുപോകാനുള്ളതാണോ? ഖബറെന്ന് പറയുന്ന വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതാണോ? അല്ല, ദുനിയാവിലെ താഴ്ന്ന പണം ദൂർത്തടിച്ച് ചെലവഴിച്ച് അത് അള്ളാനെ മറന്നു പോകാനുള്ളതാണോ? എല്ലാം തന്ന രാജാവായ റബ്ബിനെ കുറിച്ച് ബോധം വേണം. എല്ലാം തരേണ്ട രാജാവായ റബ്ബിനെ കുറിച്ച് ബോധം വേണം. ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നവന് അവനാണ്. അവനേത് നിമിഷവും എന്റെ അതേ ബിസിനസ് തകർക്കാൻ അവന് കഴിയും. എത്ര ബിസിനസ്സുകളും വേണമെങ്കിൽ അവന് തകർത്ത് പൊടിയാക്കാൻ കഴിയും. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. പരിശുദ്ധ ഖുർആന് പറഞ്ഞല്ലോ, മോനെ, നിന്റെ പണം നിലനിൽക്കുന്നതല്ല, നീ ദുനിയാവിൽ സമ്പാദിച്ചു വെച്ച ഒന്നും നിലനിൽക്കുന്നതല്ല. അതൊന്നും നിനക്ക് നീ ഉണ്ടാക്കി വെച്ചതല്ല. നിന്റെ കയ്യിലുള്ള ഒന്നും നിനക്ക് നിലനിൽക്കുന്നതല്ല. എല്ലാം നശിച്ചു പോകുന്നതാണ്. വമാ ഇൻദല്ലാഹി ബാഖ്. രാജാവായ റബ്ബിന്റെ അടുക്കൽ ഉള്ളത് മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാം നശിച്ചു പോകുന്നതാണ്. റബ്ബിന്റെ അടുക്കലുള്ളതേ ബാക്കിയുള്ളൂ. നീ ഉണ്ടാക്കി വെച്ച വലിയ വലിയ പടുകൂറ്റം ബിൽഡിങ്ങുകളില്ലേ, ആ ബിൽഡിംഗ് നിലനിൽക്കുന്നതല്ല. റബ്ബിന്റെ ഒരു ഭൂചലനത്തിനില്ല, റബ്ബിന്റെ ഒരു കൊടുങ്കാറ്റിനില്ല. ഇന്നലെ ഞാൻ എറണാകുളം ടൗണിലൂടെ യാത്ര ചെയ്യുമ്പോ എന്റെ സുഹൃത്ത് എനിക്കൊരു ബിൽഡിംഗ് ചൂണ്ടിക്കാണിച്ചു തന്നു. വലിയ പണക്കാരൻ നിർമ്മിച്ച ബിൽഡിംഗ് ആയിരുന്നു. പക്ഷേ അല്ലാഹു അതിന് സ്ഥിരത കൊടുത്തില്ല. ആ ബിൽഡിംഗ് അല്പം ദിവസം കഴിഞ്ഞപ്പോ ഭൂമിയിലേക്ക് അങ്ങ് താഴ്ന്നു പോയി. വലിയ പണക്കാരനായിരുന്നു ആ ബിൽഡിംഗിന്റെ ഉടമ. ആ ബിൽഡിംഗ് അങ്ങ് താഴ്ന്നു പോയപ്പോ പിറ്റേ ദിവസം തന്നെ ബിൽഡിംഗിൽ കയറി തൂക്കുകയറിലേക്ക് കയറിപ്പോയി. മുതലാളി തൂക്കുകയറിന്റെ മുമ്പിൽ ആ ദുനിയാവിലെ താഴ്ന്ന പണം കണ്ടപ്പോ കയറ് തൂക്കിക്കൊടുത്തു പോയി. ഇതല്ലേ മനുഷ്യ, ദുനിയാവിലെ താഴ്ന്ന സമ്പത്ത്. ആ സമ്പത്ത് കൊണ്ട് നിനക്ക് കാര്യമുണ്ടോ? കാര്യമുണ്ട്. നീ ദീനിന്റെ നിലക്ക് ചെലവഴിച്ചാൽ അതുകൊണ്ട് നിനക്ക് കാര്യമുണ്ട്. അല്ലെങ്കിൽ നിനക്കതുകൊണ്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. സുബ്ഹാനല്ലാഹ്, ഈ പാവപ്പെട്ടവന്റെ ഉമ്മാമയെ അടുത്ത് മരിച്ചുപോയി. അല്ലാഹു അവിടുത്തെ ഖബറിടം സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ എന്റെ പ്രിയപ്പെട്ട രണ്ട് ഉമ്മാമമാരും അതുപോലെ എന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പയും മരിച്ചുപോയി. അല്ലാഹു അവരുടെ ഖബറിടം സന്തോഷത്തിലാക്കട്ടെ. ഈ അടുത്ത് എന്റെ ഉമ്മാമ മരിച്ചുപോയപ്പോ എന്റെ വാപ്പ എന്നെ വിളിച്ചു, മോനെ, ഒന്ന് ഈ കാതൊന്ന് പിടിച്ചു തരണം. എന്തിനാണ് വാപ്പാ? ഒന്നുമില്ല മോനെ, ഉമ്മയുടെ കാതിലുള്ള ഈ കാതിലെ ഒന്ന് പതുക്കെ ഉമ്മയെ വേദനിപ്പിക്കാതെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ പതുക്കെ ആ കാതൊന്ന് പിടിച്ചു കൊടുത്തു. എന്നോട് പറഞ്ഞു, മോനെ, ഒന്ന് ഈ കൈ പിടിക്കൂ. എന്തിന്? കൈയിന്റെ മേലെ ഒട്ടും മാമ ഇട്ടിരുന്ന വളയൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഓ എന്റെ ഉമ്മമാരെ, ഏതെങ്കിലും ഉമ്മാമമാര് പോകുമ്പോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഉമ്മമാര് പോകുമ്പോ, ഏതെങ്കിലും നമ്മുടെ പെങ്ങന്മാര് ഖബറിലേക്ക്
പോകുമ്പോ ആരെങ്കിലും അവരുടെ ഭർത്താവ് കൊടുത്ത വള ധരിച്ചിട്ട് പോയിട്ടുണ്ടോ? ഏതെങ്കിലും അതേ ഭർത്താവ് കൊടുത്ത മാല ധരിച്ച് പോയിട്ടുണ്ടോ? ദുനിയാവിലെ താഴ്ന്ന പണം ഉണ്ടാക്കിയിട്ട് അവര് വാങ്ങിവെച്ചിരുന്ന ആഭരണങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അവരുടെ കാതിൽ അഴിച്ചു പോയി, അവരുടെ വളകൾ അഴിച്ചു പോയി, അവരുടെ മാലകൾ അഴിച്ചു പോയി. അവരുടെ പേരിലുണ്ടായിരുന്ന ബിൽഡിങ്ങുകൾക്ക് വേണ്ടി മക്കൾ അവിടെ ഇരുന്ന് തർക്കിച്ചു പോയി. മക്കൾ പരസ്പരം അതേ തർക്കങ്ങൾ നടന്നുപോയി. ഈ ദുനിയാവിലെ താഴ്ന്ന പണം സമ്പാദിച്ചിട്ട് എന്ത് കാര്യമാണ്? പകരം മുഅ്മിനേ അഅ്മാലുൻ സാലിഹാ, നീ സൽക്കർമ്മങ്ങൾ ഉണ്ടാക്കി വെച്ചാലോ അത് നിന്റെ ഖബറിലേക്കുള്ളതാണ്. അത് നിന്റെ ഖബറെന്ന് പറയുന്ന ജീവിതത്തിലേക്കുള്ളതാണ്. നിന്റെ പാരത്രിക ലോകത്തിലെ വിജയത്തിനുള്ളതാണ് കേട്ടോ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. തുടങ്ങി വെച്ച ചരിത്രം പൂർത്തീകരിച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനേ ദുനിയാവിന്റെ താഴ്ന്ന ചിന്തകൾ വലിച്ചെറിഞ്ഞ് ആ രാജാവായ റബ്ബിലേക്കൊന്ന് മനസ്സ് തിരിക്കണം. രാജാവായ റബ്ബിലേക്കൊന്ന് നമ്മൾ അടുക്കണം. ആ റബ്ബിന്റെ തൃപ്തിയൊന്ന് ആഗ്രഹിക്കണം. ആ റബ്ബിന്റെ പൊരുത്തം ലഭിച്ച് മരിക്കുന്ന സാലിഹീങ്ങളിൽ ഉൾപ്പെടണമെന്ന് ആഗ്രഹിക്കണം. അതിനുവേണ്ടി നമ്മുടെ ജീവിതം നമ്മൾ ചെലവഴിക്കണം. ഏതെങ്കിലും കാണുന്ന പെണ്ണിന്റെ പിന്നാലെ ഓടി, ഏതെങ്കിലും കാണുന്ന പുരുഷന്മാരെ പിന്നാലെ ഓടി, ഓ മുഅ്മിനായ മനുഷ്യ, നിന്റെ ആയുസ് നീ നഷ്ടപ്പെടുത്തരുത് കേട്ടോ. എന്തൊരു കാലഘട്ടമാണ്! 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്ന കാലം. എന്തൊരു കാലമാണ്! ഓ മുഅ്മിനേ, അത്തരം താഴ്ന്ന ചിന്തകൾ വലിച്ചെറിഞ്ഞ് അല്ലാഹുവിലേക്കടുക്കൂ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കൊന്ന് മനസ്സ് തിരിക്കൂ. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സാലിഹുൽ മുർരി തങ്ങള് വലിയ നീണ്ട വഅദിലാണ്, നീണ്ട ഉപദേശത്തിലാണ്. എന്നെ പോലെ വഅദ് പറയുന്ന ആളല്ല, മനസ്സിലേക്ക് തട്ടിക്കൊണ്ട് വഅദ് പറയുന്ന ആളാണ്. വലിയ മുത്തഖിയായ മനുഷ്യനാണ് ആ സാലിഹുൽ മുർരി റളിയല്ലാഹു അൻഹു. നീണ്ട വഅദ് ഇങ്ങനെ പറയുമ്പോൾ ഭയാനകരമായ നരകത്തെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുകയാണ്. ഇന്ന ശജറത സഖൂം തആമുൽ ലസീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൽ കഗലിൽ ഹമീം. മോനെ, റബ്ബിന്റെ പാരത്രിക ലോകത്തുള്ള നരകം അത് നിനക്കൊരു സെക്കൻഡ് പോലും താങ്ങാൻ കഴിയില്ല. ഒരു മൈക്രോ സെക്കൻഡ് പോലും ആ നരകത്തിൽ കിടക്കാൻ നിനക്ക് കഴിയില്ല. അത് വല്ലാത്ത ലോകം തന്നെ. അവിടെ നിനക്ക് ദാഹിച്ച് വലയുമ്പോ ഒരു കോപ്പ തണുതെ ഒരു കോപ്പ വെള്ളം അവിടെ കിട്ടാനില്ല. ദാഹിച്ച് വലയുന്ന സമയത്ത് നിനക്കവിടെ കുടിക്കാനുള്ള പാനീയമില്ല. ഒരു ശുദ്ധമായ പാനീയം നിനക്കവിടെ കുടിക്കാൻ ലഭിക്കുന്നില്ല. പകരം അവിടെ നിനക്ക് ലഭിക്കുന്നത് ചീഞ്ചലങ്ങളാണ്, ചുട്ടുകൊള്ളുന്ന പാനീയമാണ്. അത് നിന്റെ വായിലേക്ക് വെച്ചാലോ അതേ ചൂട് കൊണ്ട് നിനക്ക് താഴോട്ടേക്ക് ഇറക്കാൻ കഴിയുന്നില്ല. ദാഹം കൊണ്ട് പുറത്തേക്ക് തുപ്പാനും കഴിയുന്നില്ല. അത്തരം വല്ലാത്തൊരു പ്രതിസന്ധി നിന്നെ പിടികൂടാനുണ്ടേ മനുഷ്യ. അതുകൊണ്ട് ദുനിയാവ് കണ്ടിട്ട് നീ പെട്ടുപോകണ്ട.